ഹായ് നമസ്കാരം, ഞാൻ അങ്കിത വിനോദ്. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലത്തെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. മായമ്മ എന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടത്തിൽ കാണിച്ച ഇല്ലെങ്കിൽ ആ സമയത്ത് നടന്നൊരു സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ളൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പം ഈ മലയാള തനിമയുള്ള ഇല്ലെങ്കിൽ പഴയ കാലത്തെ മലയാള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സിനിമ. അങ്ങനെയാണ് റെസ്പോൺസസ് ഞാൻ കേട്ടത്. പഴയ സിനിമ അല്ലെങ്കിൽ കഥ ഭയങ്കര പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു പണ്ടൊക്കെ. അതുപോലത്തെ ഒരു സിനിമയാണ് മായമ്മ എന്നാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ സിനിമയാണിത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇത് നല്ലൊരു കുടുംബ ചിത്രമാണ്. നമസ്കാരം, ഞാൻ ബിജു കലാവേദി. യാദൃശ്ചികമായിട്ടാണ് ഈ മായമ്മ എന്ന സിനിമയിലേക്ക് വന്നത്. എൻ്റെ ആദ്യത്തെ ചിത്രമെന്ന് പറയുന്നത് ജയ 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 ഹേ. പക്ഷേ നമ്മുടെ ഇതിൻ്റെ സംവിധായകൻ രമേശ് ചേട്ടനെല്ലാം അടുപ്പം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ മായമ്മ എന്ന സിനിമയായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. നല്ലൊരു ചിത്രമാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. മറ്റേ നാട്ടിൽ നമ്മളിപ്പോൾ ഉള്ള സിനിമകളിലൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ സ്പീഡ് ഡയലോഗ് ഒരു പ്രത്യേകിച്ചൊരു കഥയല്ലല്ലോ, സന്ദർഭത്തിനനുസരിച്ചുള്ള കഥകളാണല്ലോ സിനിമയിൽ. ഇതിപ്പോൾ അങ്ങനെയല്ല, അടിസ്ഥാനമായിട്ടൊരു ഒരു കഥ തന്നെയാണ് മായമ്മ. ഞാനിതിൻ്റെ ഈ മായമ്മ എന്ന് പറയുന്ന ഒരു കേരളീയ തനിമയുള്ള ഒരു കഥയുമായി നമ്മുടെ രമേശ് കോമറമംഗലം വന്നു. അതുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കഥയും പാട്ടും എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് ഈ മായമ്മയിൽ ഞാൻ പൂജപ്പുര രാധാകൃഷ്ണൻ. നമ്മുടെ മായമ്മയെക്കുറിച്ച് 2 വാക്ക് പറയണമെന്നാണ് പറഞ്ഞത്. കാരണം ആധികാരികമായിട്ട് 2 കൂടുതൽ വാക്ക് പറയാനുള്ളത് അതിൻ്റെ ഡയറക്ടർ, അതേപോലെ അതിൻ്റെ പ്രൊഡ്യൂസർ, പിന്നെ നായകനും നായികയായിട്ടൊക്കെ അഭിനയിച്ച ആളുകൾ, ഇങ്ങനെ ഒരു നിരയാണ്. ഇനി ഏറ്റവും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയ് തമ്പിയാണ്. അദ്ദേഹം കാര്യമായിട്ട് ഇതെല്ലാം അറിയാമല്ലോ, അദ്ദേഹം ഡയറക്ടറുമാണ്, എഴുത്ത് പരിപാടികളുമുണ്ട്, പിന്നെ അഭിനേതാവുമാണ്. അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു നല്ലൊരു വേഷമാണ് എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു പടം എന്നാണ് തുടങ്ങിയത്, പക്ഷേ അതിഗംഭീരമായിട്ട് ബാക്കി കാര്യങ്ങൾ, ഷോർട്സും പാട്ട് തന്നെ 3-4 പാട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പാട്ടൊക്കെ അതിമനോഹരമാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതിൻ്റെ ബാക്കി കഥയുടെ പോക്കും, ബാക്കി എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യം. ഒരു കുടുംബകഥയാണ്. ആ കുടുംബകഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാമോ അതെല്ലാം ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സെൻറ്ററുകളിലും നല്ല റെസ്പോൺസ് ഉണ്ട്. ഒരു കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അത് കുറേ കാലഘട്ടത്തിന് ശേഷം ഇത്രയും സുന്ദരമായ ഗാനങ്ങൾ, എല്ലാവരും മെയിനായിട്ട് പറഞ്ഞ ഗാനങ്ങളാണ്. ഇത്രയും സുന്ദരമായ ഗാനങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് മലയാള സിനിമയ്ക്ക് തിരിച്ച് കിട്ടുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ പടമായിരുന്നാലും അങ്ങനെയാണ്. നമ്മുടെ മായമ്മ റിലീസായി, വളരെ സന്തോഷം. ഇന്നലെ കൊച്ചിയിലായിരുന്നു നമ്മളെല്ലാവരും. അവിടെ നല്ലൊരു തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നതിനകത്ത് 4 പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇന്നലെ മൂവി കണ്ടവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. എന്തായാലും മൂവി നല്ല സക്സസ്ഫുള്ളായി ഓടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സഹകരിച്ച് ഞങ്ങളെ എൻകറേജ് ചെയ്യുക. നമസ്കാരം, ഞങ്ങൾ 4 പേര് മായമ്മയുടെ ശില്പികളിൽ പിന്നണിയിൽ പ്രവർത്തിച്ചവർ എന്ന് തന്നെ പറയാം. പിന്നെ ഇത് ചീഫ് അസോസിയേറ്റ് അനിൽ സാർ കഴക്കൂട്ടം, ഇത് നവീൻ കെ സാജ് DOP, ഇത് റാഫി അസോസിയേറ്റ്, ഞാൻ രമേശ് കുമാർ. ഇവരെല്ലാവരും കൂടെ സംവിധായകനാക്കിയ ആൾ എന്നല്ലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇനി ഇത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജശേഖരൻ സാർ. പിന്നെ ഒരു ഒത്തൊരുമയോടുകൂടി കുറേ ദിവസം കഷ്ടപ്പെട്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇനി കിട്ടേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നത് കാണണം. അനിൽ സാറ് പറയും ബാക്കി. അതെ, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. പ്രത്യേകിച്ച് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങളെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളെ തിയേറ്ററിൽ വരും. ആ പാട്ടുകൾ അത്രയും മാസ്മരീയമായൊരു സംഭവമാണ് ഞങ്ങളെ സോങ്ങുകൾ. ഒരു കാലഘട്ടത്തിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങളെ പാട്ടിലൂടെ ആ പാട്ട് നിങ്ങളെ തിയേറ്ററിൽ എത്തിക്കുമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്.